മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ മതമേലധ്യക്ഷന്മാരെല്ലാവരും അവിടെ ചെന്ന് നിലപാട് വ്യക്തമാക്കിയിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ വിമർശനം പറയുന്നുണ്ട്. അപ്പോൾ ഇടത് സർക്കാരും കേന്ദ്രത്തിന് BJPയും ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികളും ഇതിനോട് എന്താണ് നിലപാട് അത് ആരും വ്യക്തമാക്കുന്നില്ല. എന്നാൽ കേരളത്തിന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് 23 ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ചർച്ചയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രഹസനമല്ലേ? കഴിഞ്ഞില്ല. അതുകൊണ്ട് മൂന്ന് മുന്നണികളും ഈ സഭാ മേലധ്യക്ഷന്മാർ അവിടെ വന്നിട്ട് മതവിദ്വേഷം പുലർത്തുന്ന രീതിയിലാണ് അവരുടെ പ്രസംഗങ്ങളും. ഞാൻ സഭാവിശ്വാസിയാണ്, എന്നാൽ മതവിദ്വേഷം വളർത്തുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അവിടെ നടത്തുന്നത്. അങ്ങനെ നടത്തുന്നത് കൊണ്ട് രാഷ്ട്രീയക്കാർ മെത്രാന്മാരുടെ ഹൗസിൽ പോയി അവർ കാണുന്നുണ്ട്, അവർ പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എന്താണ് നിലപാടെന്ന് വ്യക്തമാക്കുന്നില്ല. ശരി, മുനമ്പം വിഷയത്തിൽ എന്താണ് നിലപാട്? മുനമ്പം വിഷയത്തിൽ എന്താണ് നിലപാട്? മാർക്സിസ്റ്റ് നിലപാട് ഇതിനോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട് പൊതുസമൂഹത്തിന് മുൻപിൽ. അതിനകത്തൊരു തർക്കവും വേണ്ട. നിയമപരമായി നിയമപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യരെയും എന്റെയും നിങ്ങളുടെയും ഭൂമിയിൽ നിന്ന് ഒരാൾക്കും പടിയിറക്കി വിടാൻ വേണ്ടി സാധ്യമല്ല. അങ്ങനെ പടിയിറക്കി വിടാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് വളരെ കൃത്യവും സ്പഷ്ടവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെന്റിന്റെയും നിലപാട്. അതിനകത്തെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അടിയന്തര ഒരു ജനങ്ങളെ ഒരു നിലയ്ക്കുമല്ല. വളരെ കൃത്യമായി തന്നെ ചർച്ച നടത്തി അതിനകത്ത് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇനീഷ്യേറ്റീവ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് മാത്രമല്ല, ഇതിനിടയിൽ കടന്ന് കുളം കലക്കി എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകൾ അതിനകത്തുണ്ട്. പരമാവധി ആളുകൾക്കിടയിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിപുലമായ ശ്രമങ്ങൾ ചില കോണുകളിൽ നടക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് സൂചിപ്പിച്ച ആ ആശങ്ക പൂർണ്ണമായും പരിഹരിക്കുന്നതിന് വേണ്ടി. ശരി, ഓക്കെ, അടുത്ത ചോദ്യം. ഈ നാട്ടിലുള്ള RSSകാരെ പറഞ്ഞു. ഈ നാട്ടിൽ അടുത്ത ചോദ്യം. BJPക്കാരെ RSSകാരെ പറഞ്ഞു.